കോഴിക്കോട് മിഠായി തെരുവിനോട് ചേർന്ന കമ്മത്ത് ലൈനിലെ 11 ജ്വല്ലറികളിൽ നിന്നായി ഉപഭോക്താക്കളെ കാണിക്കാനെന്ന വ്യാജേന കൊണ്ടുപോയ 948 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമായി ജ്വല്ലറി നടത്തിപ്പുകാരൻ മുങ്ങി. പറമ്പിൽ ബസാറിൽ താമസിക്കുന്ന വെള്ളയിൽ സ്വദേശി സഫർനാസ് ആണ് 1,40 ലക്ഷം രൂപയുടെ സ്വർണ്ണമായി കടന്നുകളഞ്ഞത്. സംഭവത്തിൽ ജ്വല്ലറി ഉടമകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. സഫർനാസ് ജ്വല്ലറിയിലെത്തി സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ CCTV ദൃശ്യം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പരിചയം മുതലാക്കി കാണിക്കാനെന്ന് പറഞ്ഞ് സ്വർണം തട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ സ്വർണ്ണ വ്യാപാരികളെ എല്ലാം പ്രതിസന്ധിയിലാക്കുന്ന കഥ പൊന്മാൻ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ ഒരു നല്ല സതുദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ദുരുദ്ദേശമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കോഴിക്കോട് കമ്മത്ത് ലൈനിലാണ് ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഏകദേശം 948 ഗ്രാം സ്വർണം, അതായത് 1,40 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് 11 ജ്വല്ലറികളിൽ നിന്നായി തട്ടിയെടുത്ത് വിശ്വാസ്യത ആർജിച്ച ഒരാൾ കഴിഞ്ഞ 13 വർഷമായി കോഴിക്കോട് കമ്മത്ത് ലൈനിൽ ഇവിടെ ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന സഫർനാസ് എന്ന് പറയുന്ന വെള്ളയിൽ സ്വദേശിയായി ഇപ്പോൾ പറമ്പിൽ ബസാറിൽ താമസിക്കുന്നയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇയാൾ ഇതേ കമ്മത്ത് ലൈനിൽ തന്നെ നാഷണൽ ജ്വല്ലേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിപ്പുകാരൻ കൂടിയാണ് ഈ സഫർനാസ്. ഈ സഫർനാസാണ് 11 ജ്വല്ലറിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വർണം മറ്റുള്ളവരെ കാണിക്കാൻ എന്ന പേരിൽ വാങ്ങിക്കൊണ്ട് അങ്ങനെ 948 ഗ്രാം സ്വർണവുമായി അടിച്ചുമാറ്റി പോയിരിക്കുന്നത്. സഫർനാസിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇതിൽ ഈ വെള്ള ഷർട്ട് ധരിച്ച ആളാണ് സഫർനാസ്. ഈ തട്ടിപ്പിനിരയായ ജ്വല്ലറി ഉടമയുണ്ട്, നിരവധി ജ്വല്ലറി ഉടമകളുണ്ട്. അതിലൊരാളാണ്. പേരെന്താ? എൻ്റെ പേര് മനാഫ്. ഏതാ എൻ്റെ ഈ ബാംഗിൾസ്, എംപയർ ബാംഗിൾസ്. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് ഏകദേശം ഒരു 3 മണി 3:15 സമയത്ത് സ്റ്റാഫിൻ്റെ അടുത്ത് കല്യാണ പാർട്ടി വന്നിട്ടുണ്ട്. ഷോപ്പിൽ മോഡൽ കാണിക്കാൻ വേണ്ടി കുറച്ച് നെക്ലേസ് തരുമെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും നേരത്തെ പരിചയമുള്ള ആളാണ്. 10-11 വർഷം ഇവിടെ ഉള്ള ആളാണ്. ആ ഒരു പരിചയത്തിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡ് സ്വാഭാവികമായിട്ടും ഒരു സഹായം എന്ന നിലയ്ക്ക് നമ്മൾ അടുത്ത ഷോപ്പുകാർക്ക് കാണിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പരിധി സമയം കഴിഞ്ഞിട്ടും അന്വേഷിക്കാൻ പോയപ്പോൾ അവൻ്റെ പാർട്ണർ പറഞ്ഞത് അവപ്പോൾ വരും, പുറത്ത് പോയതാണ്, ആളിപ്പം എത്തിച്ചേരും. പിന്നെയും ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അന്വേഷിക്കാൻ പോയപ്പോൾ ആളുകൾ കൂടിയപ്പോഴാണ് നമുക്ക് വലിയൊരു തട്ടിപ്പ് ബോധ്യമായത്. കാരണം അത്രയും ഒരു പരിചയം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് കൊടുക്കാൻ കാരണം. ഇത് ഇത്രയും ആയത്തുള്ളൊരു ചൂഷണം ചെയ്ത് ആരും വിചാരിച്ചില്ല. കാരണം ഒരു പരസ്പര സഹായം കൊണ്ടാണ് ഇവിടെയുള്ള കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നത്. ഇതാണ് സത്യം. നാഷണൽ ജ്വല്ലറിയുടെ തൊട്ടപ്പുറത്തുള്ള അറഫ ജ്വല്ലറി, കരുവട്ടൂർ ജ്വല്ലറി, ഒപ്പം തന്നെ ഫാസിൽ ജ്വല്ലറി, താങ്കളുടെ ഈ ബാംഗിൾസ് അടക്കമുള്ള 11 സ്ഥാപനം. അതെ 11 സ്ഥാപനം. കാരുണ്യ ഏകദേശം എന്താ വെച്ചാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഒരു കവർ ചെയ്യുന്നത്. കാരണം ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് അവന് പിടിക്കപ്പെടുമുള്ളത് മുൻകൂട്ടിയുള്ള അറേഞ്ച്മെൻറ്റിലാണ്. ഇപ്പോൾ തൊട്ടടുത്ത അറഫ ജ്വല്ലറിയിൽ വരെ കസ്റ്റമർ വന്നാൽ അറിയുന്നവർക്ക് ബോധ്യമായതുകൊണ്ട് ഒരു അങ്ങനെ പറയാതെ ഒരാഴ്ച മുന്നേ ഇന്നലത്തെ ഡേറ്റിന് ഓർഡർ ചെയ്ത സാധനമാണ് തട്ടിപ്പിന് വിധേയാക്കിയത്. ആരും ഇത്ര വലിയൊരു ഗൂഢാലോചന ആരും വിചാരിക്കുന്നില്ല. കാരണം വലിയ ചെറിയ എല്ലാവർക്കും ഇതിപ്പോൾ നമുക്കല്ല, ഇതുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകും. സ്വർണ്ണ മേഖലയിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ പരസ്പരം വിശ്വാസം അർപ്പിച്ച് ഇനിയിപ്പോൾ തൊട്ടടുത്ത ജ്വല്ലറിക്കാർ ഇനിയിപ്പോൾ പരസ്പരം സ്വർണ്ണം നൽകില്ല എന്നുള്ളത് ഏകദേശം ഇപ്പോൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ആർക്കും അത്രയ്ക്കും ക്യാഷ് പേയ്മെൻറ്റുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ആർക്കും ഇപ്പം ഇനി ഇത് വലിയൊരു തോതിലേക്ക് ഇനിയും അടുത്ത ആളും ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതി, ടൗൺ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവർ ശക്തമായ നടപടി അന്നേരം തന്നെ സ്വീകരിക്കുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്ത് പിടിക്കാനുള്ള നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വ്യാപാരി നേതാവ് സുനിൽകുമാറുണ്ട്. വലിയ ഒരു തിരിച്ചടിയാണ് ഈ കമ്മത്ത് ലൈനിലെ ജ്വല്ലറി വ്യാപാരികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമ്മളെ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടങ്ങളുടെയാണിത്. ഇതിൽ നമുക്ക് വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് നമുക്കറിയാം, ഇപ്പം ഫേക്ക് ഗോൾഡായിട്ട് ഒക്കെ ജ്വല്ലറികൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. പലതരത്തിൽ ബാങ്കുകൾ, ജ്വല്ലറികളൊക്കെ അങ്ങനെ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. ഇതേ അവസരത്തിൽ തന്നെയാണ് നമ്മളെ കൂടത്തിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഇത്തരം വലിയൊരു ചതി ചെയ്തിട്ട് ഈ മേഖലയിൽ നിന്ന് പോയി കളഞ്ഞത്.
ഒരു കോടി 40 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വളരെ ആസൂത്രിതമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇയാൾ പോയത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് കമ്മത്ത് ലൈനിലെ അടുത്തടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് കസ്റ്റമറെ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു തട്ടിപ്പ്. ഇതിന് പുറകിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ കച്ചവടക്കാരെ വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. പോലീസ് ഇത് കേസെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ആശങ്കയിലാണ്. കാരണം ഇത് തിരിച്ചു കിട്ടണം. എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മേഖല. സഫർനാസ് എന്ന് പറയുന്നത് ഇവിടെ 10-13 വർഷം ഇവിടെ ജ്വല്ലറി നടത്തിപ്പുകാരനായും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പോലെയായിട്ടും ഈ ജ്വല്ലറിക്കാർക്കിടയിൽ സുപരിചിതനാണ്. അതെ. ഇപ്പോൾ സഫർനാസ് ഇരിക്കുന്ന ഷോപ്പിൽ അയാൾ ഒരു സ്റ്റാഫായിട്ട് വന്ന ആളാണ്. പിന്നീട് അത് നടത്തിപ്പുകാരനായി മാറുകയും സഫർനാസിൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. പക്ഷേ അയാൾ ഇതിൽ പങ്കാളിയല്ല എന്നും അയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്നാണ് അയാൾ ഇന്നലെ പോലീസിനോട് ഞങ്ങളോടൊക്കെ തന്നെ പറഞ്ഞത്, അസോസിയേഷനോടൊക്കെ പറഞ്ഞത്. പക്ഷേ അവിടെ റിപ്പയറിനുള്ള സാധനം കൊണ്ടുപോയി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂട്ടത്തിലുള്ള ആൾ, കൂടെ ഇരിക്കുന്ന പാർട്ട്ണർഷിപ്പിലുള്ള ഒരാൾ പോലും അറിയാതെയാണ് അയാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇയാൾ ഈ കട ഇത്രയും ആഭരണങ്ങൾ കൈക്കലാക്കിയിട്ട് ഈ കടയുടെ ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്തിട്ട് ചാവി മറ്റൊരു കടയിൽ ഏൽപ്പിച്ചിട്ട് പോയി കളഞ്ഞു. അപ്പം വളരെ പ്ലാൻഡാണ്. ഇനിയിപ്പോൾ ഈ പരസ്പരം വിശ്വാസമുള്ള ആളുകൾക്ക് പോലും സ്വർണ്ണമൊന്നും തൽക്കാലത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇല്ല കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. ഇവന് ഓരോ ഷോപ്പിൽ നിന്നും ഓരോ സാധനം എടുത്ത് പോകുമ്പം അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്തായിട്ടും പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. ഇത് എന്തായാലും ഇവരെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ഇത് നമുക്ക് പിടിച്ചു തരണം, ഇത് കണ്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മളെ ബിസിനസ്സുകാർക്കുള്ള ഒരു ഉത്തരവാദിത്തം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കരുതെന്നാണ്. കാരണം ഇപ്പം തന്നെ മിക്കവാറും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഈ മേഖലയിൽ ഇത്തരം ഒരു തട്ടിപ്പ് നടന്നെന്നുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇന്നലെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുമുണ്ട്. ഇത് അത്രയും പെട്ടെന്ന് കിട്ടും, പ്രതിയെ കിട്ടും, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. തിങ്കളാഴ്ചയാണ് ഈ തട്ടിപ്പ് നടന്നത്. നമുക്ക് കാണാം ഈ കമ്മത്ത് ലൈൻ ഇപ്പോൾ കാണാം. ഈ വ്യാപാരികളൊക്കെ വലിയ ആശങ്കയിൽ ഇങ്ങനെ പരസ്പരം നിൽക്കുന്നത് കാണാം. ഇവിടെയുള്ള ഇതൊരു കമ്മത്ത് ലൈൻ എന്ന് പറയുന്നത് ജ്വല്ലറികൾ നിറഞ്ഞ ഒരു ഏരിയ ആണ്. ചെറുകിട ജ്വല്ലറിക്കാരാണ് പലരും. അവരെ സംബന്ധിച്ച് ഇത് വിറ്റ് കിട്ടുന്ന ചെറിയ തുക കൊണ്ടൊക്കെയാണ് അവർ ഉപജീവനം നടത്തുന്നത്. മാത്രമല്ല ഒരുപാട് തൊഴിലാളികളും ഇവിടെ ഉപജീവനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഫർനാസ് ചെയ്തത് വലിയൊരു കൊടും ചതിയാണ്. സഫർനാസിൻ്റെ സ്ഥാപനം നമുക്കിപ്പോൾ ഇവിടെ അടച്ച് പൂട്ടി ഇട്ടിരിക്കുന്നത് കാണാം. ഈ നാഷണൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നിലവിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ സഫർനാസ് ആണ് ഇതിൻ്റെ നടത്തിപ്പുകാരനായി ഉണ്ടായിരുന്നത്. ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുണ്ട്. സഫർനാസ് മുങ്ങിയിരിക്കുകയാണ്. കാരണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൊണ്ടുപോയത് ഒരുപക്ഷെ അടുത്ത ദിവസമെങ്കിലും തിരിച്ച് തരുമെന്നൊരു പ്രതീക്ഷ വ്യാപാരികൾക്കുണ്ടായിരുന്നു. അതുകൂടി ഇല്ലാതായതോടുകൂടിയാണ് ഈ ജ്വല്ലറി വ്യാപാരികൾ 11 പേർ ഏകദേശം 948 ഗ്രാം എന്ന് പറയുമ്പോൾ 1,40 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇത്തരത്തിൽ ആഭരണങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇവർ ആ ഒരു വിശ്വാസ്യതയുടെ പുറത്താണ് ഈ പരാതി കൊടുക്കാൻ വൈകിയത്. പക്ഷേ പിന്നീട് ചതിക്കപ്പെട്ടു എന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഈ കമ്മത്ത് ലൈനിലെ വ്യാപാരി സമൂഹം ഇന്ന് കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ടൗൺ പോലീസ് സഫർനാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ സഫർനാസിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. റിഷാദ് ടിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.